ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു കൂന്തൽ മസാലയാണ്. കൂന്തൽ എന്ന് പറയും, കണവ എന്ന് പറയും, ആ സ്ക്വിഡ് തന്നെയാണിത്. അപ്പോൾ 1 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ സ്റ്റോക്കും ആവശ്യമുണ്ട്, അത് കാരണം കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്ന വരെ വേവിക്കുക, എന്നിട്ട് അങ്ങനെ ഓഫാക്കി ഇടാം. അപ്പോൾ ആ സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു തേങ്ങേൻ്റെ പകുതി വേണം. അപ്പോൾ ഞാൻ ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടർത്തിയെടുക്കാൻ പറ്റും. ഗ്യാസിൽ കുറച്ച് സമയം വെച്ചാൽ മതി, ഞാൻ കുറച്ച് അധികം സമയം വെച്ചിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് അടർത്തിയാൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വരാതെ കിട്ടും കേട്ടോ. ഇനി അത് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട സ്പൈസസൊക്കെ 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഖസ്ഖസ് ആണ്, പോപ്പി സീഡ്സിലെ അത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെ മസാലയിലേക്ക് ബേ ലീഫ് 2 എടുത്തിട്ടുണ്ട്, 1 കഷ്ണം പട്ട, 3 ഏലക്ക, ഒരു സ്റ്റാർ അനീസും 1 ജാതിപത്രി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയും 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ചുട്ടെടുക്കണം. അതാണ് ഈ കറീൻ്റെ പ്രത്യേകത കേട്ടോ, ഈ മസാലേൻ്റെ. പിന്നെ 2 സവാളയും വേണം. സവാളയും ചുട്ടെടുക്കുക തന്നെ കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് അതിൻ്റെ അകത്തൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തോലോടുക്കനെ ചുട്ടെടുക്കാം. ഞാൻ തോലിൽ കുറച്ചൊരു കറുപ്പ് കളറൊക്കെ കണ്ടതുകൊണ്ട് തോല് കളഞ്ഞത് കേട്ടോ. അതവിടെ ഒരു സൈഡിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ അടുപ്പിൽ നമുക്ക് ഈ സ്പൈസസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് വറുത്താൽ മതി, കരിയണ്ട. നല്ലൊരു മണം വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കുക. ഇനി കുറച്ച് ചൂടാറിയിട്ട്, അതായത് ചെറിയ ചൂടോടെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതൊക്കെ ശരിക്കും അമ്മിയിലൊക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പൊടിക്കില്ല, എല്ലാം അരച്ചെടുക്കുക ചെയ്യുക. തേങ്ങയും ഉള്ളിയും ഒക്കെ കൂടെ അരച്ചെടുക്കുക ചെയ്യുക. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചുട്ടത് അതായിട്ടുണ്ട്. ഇങ്ങനെ പുറം ഭാഗം നല്ലോണം ഇങ്ങനെ കരിഞ്ഞ് വരുമ്പോൾ നമുക്കത് കുറച്ച് ചൂടാറിയ ശേഷം അതിൻ്റെ പുറത്തത്തെ ഇതൊക്കെ ഒന്ന് കളയാം. ആ തോല് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു സ്മോക്കി ഫ്ലേവറൊക്കെ വരും. പക്ഷേ കരിഞ്ഞത് നമ്മൾ കഴിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ഞാനത് മുകളിലത്തെ ഒരു ലെയർ കളയണം കേട്ടോ. അതേപോലെ ആ തേങ്ങൻ്റെയും പുറത്തുള്ള കരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വിറകടുപ്പൊക്കെ കത്തിക്കുന്ന ആൾക്കാരാകുമ്പോൾ കനലിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഗ്യാസിലാണ് ഞാൻ വെച്ചത്. ഇപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങ കരിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം പുളിയാണ്. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്കൻ്റെ ഒക്കെ അത്ര വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, 1 പിടി മല്ലിയില, അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൊടി മുഴുവനായിട്ട് അതിലേക്ക് ഇടാം. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സ്റ്റോക്ക് വേണമെങ്കിൽ അത് ഒഴിച്ചിട്ട് അരക്കാം കേട്ടോ. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട് അരച്ചെടുത്തത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്, ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ഇട്ടത്, ചെറുതായി മുറിച്ച് ചെറിയ ഉള്ളി ഇല്ലാത്തവർ 2 ചെറിയ സവാള പൊടിയായി അരിഞ്ഞിട്ട് അതിട്ടാൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം അതിനെ. ഇനി ഈ മസാല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം, കാരണം ബാക്കിയുള്ളതൊക്കെ വെന്ത് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഉള്ളി ബ്രൗൺ കളറായ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിപ്പോൾ ഇട്ടത്. 1 ടീസ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ, 2ഉം കൂടെ. പിന്നെ കായപ്പൊടിയാണ് വേണ്ടത്. ഒരു നുള്ളിട്ടാൽ മതി, ഒരു പിഞ്ച് ഇട്ടാൽ മതി കേട്ടോ കായപ്പൊടി. കാരണം സാധാരണ നമ്മൾ മീനിലൊന്നും കായം ഇടാറില്ല, ഇതിൽ നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതിന് ശേഷം വേവിച്ച് വെച്ച ഈ കൂന്തൾ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കായം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ, അത് വേണമെന്നില്ല. അപ്പോൾ ഒരു പിഞ്ച് ഇട്ടാൽ മതി, അതിൻ്റെ ചെറിയ ഒരു ഫ്ലേവർ വരുന്നതന്നെ ഉള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആയ ശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കുക. അപ്പോൾ ഞാൻ വലിയൊരു തക്കാളിയാണ് ചേർത്തത്. ചെറുതാണെങ്കിൽ 2 ഇടാം, മീഡിയം സൈസിലാണെങ്കിൽ 1 പിന്നെ 1ൻ്റെ പകുതിയും കൂടെ ചേർത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. നമ്മൾ കൂന്തൽ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിരുന്നു, അതൊക്കെ ആ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അതാണ് ചേർത്തത് കേട്ടോ. ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, 1 ടീസ്പൂൺ. ഇപ്പോൾ എൻ്റെ അടുത്ത് എരിവുള്ള മുളക് പൊടിയാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. കാരണം നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടുണ്ടല്ലോ മുളക്.
ഇനി നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് ഇതിലേക്ക് ഇടാം. ഫുള്ളായിട്ട് ഇടണ്ട. ഞാൻ ഇപ്പോൾ കുറച്ച് വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, അതിലൊരു 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇളക്കി നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെ ചേർത്താൽ മതി, അല്ലെങ്കിൽ മസാല കൂടുതലായി പോകും. ഇപ്പോൾ കൂന്തൽ വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് അളവ് കുറഞ്ഞല്ലോ, അപ്പോൾ ഇതിന് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ബാക്കി മസാല വേസ്റ്റ് ആവില്ല. അതെടുത്ത് വെച്ചാൽ നമുക്ക് മറ്റുള്ള കറികളിലേക്ക് എടുക്കാം. മഷ്റൂം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പനീറിനോ ചിക്കനോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് മൊത്തം 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടുക. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രം പൊടിച്ച് വെച്ച ഗരം മസാലയാണ് കേട്ടോ, ബാക്കിയുള്ളതൊന്നുമില്ല. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ആ സ്റ്റോക്ക് ഒഴിച്ചാലും മതി, സ്റ്റോക്ക് ഇല്ലാത്തവർ സാധാരണ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ട് അത് ഒഴിച്ചിട്ടുണ്ട്. അത് പോരാത്തത് കുറച്ച് നമ്മൾ വേവിച്ച് മാറ്റിയ കൂന്തളുടെ വെള്ളമില്ലേ, അതും കുറച്ച് ഒഴിക്കുക. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലൂസാവണമല്ലോ, അപ്പോൾ ഇത്തിരി അധികം ഒഴിക്കുക. നമ്മൾ ചോറിൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ച് തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. ഇതിനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാലും ചൂടാറിയ ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്താൽ മതി, ഒരു 2 മിനിറ്റ് മതിയാവും. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. കാരണം ഇനിയും കൂടുതലിട്ട് വേവിക്കേണ്ട. അപ്പോൾ കുക്കറിലൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഈ കൂന്തൾ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആവില്ലേന്ന്. അത് അങ്ങനെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ തിളച്ച് കഴിഞ്ഞില്ല, ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് 1-2 ചേരുവയും കൂടെ ചേർക്കാനുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സെറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വിളമ്പാം. പിന്നെ ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്, അപ്പോൾ ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ലൂസാക്കി വെച്ചിട്ട് ഓഫാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങൻ്റെ പകുതി, ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒന്നിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതിയാവും. അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പീസസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ ചുട്ട തേങ്ങ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു, വെറുതെ തിന്നാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഇഷ്ടമുള്ളവർക്കായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.